നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അഴിച്ചുപണിക്ക് പകരം അധിക ജാഗ്രത. പോലീസ് നടപടികളിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥ അഴിച്ചുപണി ഉണ്ടാകില്ലെന്ന സൂചന നൽകി മുഖ്യമന്ത്രി. പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണം നഷ്ടമായിട്ടില്ലെന്ന് ദുബായിലെ മാധ്യമ സമ്മേളനത്തിൽ പിണറായിയുടെ വിശദീകരണം. UAPA ഉൾപ്പെടെ കടുത്ത നിയമങ്ങൾ ചുമത്തുന്നതിൽ കൂടുതൽ ജാഗ്രത നിർദ്ദേശിച്ച DGP. കാപ്പ UAPA നിയമങ്ങൾ ജനാധിപത്യ അവകാശ നിഷേധമെന്നും എന്നാൽ ചില കേസുകളിൽ രാജ്യദ്രോഹ കുറ്റം സംബന്ധിച്ച വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനം സംസ്ഥാന സർക്കാരിന്റേത് മാത്രമല്ലെന്നും മുഖ്യമന്ത്രി. പോലീസിനെതിരായ പരാതികൾ പരിശോധിക്കാൻ കൃത്യമായ സംവിധാനമുണ്ടെന്നും പിണറായി. ചില കേസുകളിലെ പോലീസ് നടപടിയിൽ ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് DGP ലോക്നാഥ് ബെഹ്റ കുറ്റസമ്മതം നടത്തിയത് ഇന്നലെ രാത്രി. നിർണായക കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യും മുമ്പ് ഉയർന്ന മേലുദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കണമെന്നും മാർഗനിർദ്ദേശം. നോട്ട് വേട്ട ഞെട്ടിക്കുമ്പോൾ. അസാധു നോട്ടുകൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ 5 ദിവസം കൂടി മാത്രം ശേഷിക്കെ രാജ്യത്തെ ഞെട്ടിച്ച് കള്ളപ്പണവേട്ടയും ആശങ്ക പെരുപ്പിച്ച് കറൻസി പ്രതിസന്ധിയും. നിരോധിച്ച നോട്ടുകൾ മുഴുവനായും ബാങ്കിൽ തിരിച്ചെത്തിയതിന്റെ സമ്മർദ്ദത്തിൽ കേന്ദ്ര സർക്കാർ. ബാങ്ക് നിക്ഷേപങ്ങളിൽ പരിശോധന കർശനമാക്കാനുള്ള തീരുമാനം നോട്ട് നിരോധനത്തിനു ശേഷം കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാപകമാണെന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ 2 ലക്ഷം രൂപയിലധികം തുകയ്ക്ക് ഒറ്റത്തവണയായി നടക്കുന്ന കറൻസി ഇടപാടുകൾ നിരീക്ഷിക്കാൻ ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം. അതിനിടെ നിലവിലെ കറൻസി പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി ഇന്നും നാളെയുമായി 2 ദിവസത്തെ ബാങ്ക് അവധി. വൈകി അച്ചടി തുടങ്ങിയ പുതിയ 500 രൂപയുടെ കറൻസി ATMകളിൽ ആവശ്യത്തിന് ലഭിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ദിവസം മാത്രം. 500ന്റെ കറൻസി അച്ചടി 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചും പ്രശ്ന പരിഹാര ശ്രമം. പ്രവാസം കഴിഞ്ഞ് പാക്കേജ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ജോലി നഷ്ടമായി മടങ്ങുന്നവർക്ക് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെ എത്തുന്നവർക്കായി 6 മാസത്തെ നഷ്ടപരിഹാര പാക്കേജിന് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി. പ്രവാസികൾക്ക് നിയമസഹായം നൽകാൻ അഭിഭാഷക പാനൽ. പ്രഖ്യാപനം UAE സന്ദർശനത്തോടനുബന്ധിച്ച് ദുബായിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ. പ്രവാസി പ്രശ്നങ്ങളെ സർക്കാർ കാണുന്നത് ഗൗരവപൂർവ്വം. പ്രവാസി പുനരധിവാസം, പെൻഷൻ വർദ്ധിപ്പിക്കൽ എന്നീ ആവശ്യങ്ങളിൽ സർക്കാർ എത്രയും വേഗം തീരുമാനമെടുക്കും. മടങ്ങി വരുന്നവരുടെ തൊഴിൽ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താനാകും വിധം ജോബ് പോർട്ടൽ. സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും പിണറായി. വിസ തട്ടിപ്പുകാരിൽ നിന്നും വ്യാജ കമ്പനികളിൽ നിന്നും തൊഴിലന്വേഷകർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്രവുമായി ചേർന്ന് നിയമനിർമ്മാണത്തിന് ശ്രമിക്കും. റിക്രൂട്ടിംഗ് ഏജൻസികളെ ഗ്രേഡ് ചെയ്ത് നോർക്ക പോർട്ടലിൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തും. തൊഴിൽ കരാർ വ്യവസ്ഥകളിൽ ഗൾഫ് രാജ്യങ്ങളുമായി ഏകോപന സംവിധാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. വിഹിതം കൂട്ടി പ്രതിഷേധം. മലയാള സിനിമാ പ്രതിസന്ധിയിൽ നിലപാട് കടുപ്പിച്ച് നിർമ്മാതാക്കളും വിതരണക്കാരും. അവധിക്കാലത്ത് റിലീസിംഗ് മുടങ്ങിയതോടെ 70% വിഹിതം വേണമെന്ന് ആവശ്യം. നഷ്ടപരിഹാരം നൽകാതെ പടം റിലീസിന് നൽകില്ലെന്ന് വിതരണക്കാർ. പ്രതിസന്ധിയെ തുടർന്ന് സർക്കാരിനും നികുതി ഇനത്തിൽ കോടികളുടെ നഷ്ടം. എല്ലാം മറയ്ക്കുന്ന മഞ്ഞ്. ഡൽഹിയിൽ റെയിൽ വ്യോമഗതാഗതം പാടെ സ്തംഭിപ്പിച്ച് കനത്ത മൂടൽമഞ്ഞ്. 55 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. 5 ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിച്ചു. വിമാന സർവീസുകളും താറുമാറായി. സ്വകാര്യ വാഹനങ്ങൾക്ക് ഡൽഹി സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശം. മൂടൽമഞ്ഞിൽ കാഴ്ചപരിധി 150 മീറ്ററിൽ താഴെ. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് അടുത്ത കാലത്തുണ്ടായതിൽ ഏറ്റവും ശക്തമായ മൂടൽമഞ്ഞെന്ന് കാലാവസ്ഥാ വിഭാഗം. മോശം കാലാവസ്ഥ ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.